ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ച് നിമിഷങ്ങൾക്കകം ടിക്കറ്റുകൾ ചൂടൊപ്പം പോലെ വിറ്റുതീരുകയും ബുക്ക് മൈ ഷോയുടെ സെർവർ തന്നെ ഡൗൺ ആവുകയും ചെയ്യുന്നു. ഓഫ്ലൈൻ ടിക്കറ്റ് ബുക്കിങ്ങിനായി ആളുകൾ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തുന്നു. ബുക്ക് മൈ ഷോയിൽ ആദ്യ മണിക്കൂറിൽ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ട ഇന്ത്യൻ സിനിമയായി മാറുന്നു. അങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും എമ്പുരാനെ കുറിച്ചുള്ള വാർത്തകളും വിശേഷങ്ങളും തന്നെ കാണാനുള്ളൂ. അപ്പോഴാണ് ഫേസ്ബുക്കിലെ റൂമി ലോവൽ എന്ന പേജിൽ വന്ന ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടത്. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: കൊറോണ സമയത്ത് ഇൻഡസ്ട്രി മുഴുവൻ ലോക്കായി നിന്നപ്പോഴാണ് OTT എന്ന സാധ്യത മുന്നിൽ കണ്ട് മോഹൻലാൽ തുടരെ കുറെ സിനിമകൾ ചെയ്തത്. ആ സിനിമകൾ കാരണമാണ് മുൻപൊന്നും ഇല്ലാത്ത വിധത്തിൽ പരിഹാസങ്ങൾ ഇൻഡസ്ട്രിക്കുള്ളിലും പുറത്തുനിന്നൊക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. സിനിമകളുടെ പരാജയത്തിനപ്പുറം അങ്ങനെ ഒരു സമയത്ത് ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുകയും അവരുടെ കുടുംബം മുന്നോട്ട് പോകാനും അത് കാരണമായിട്ടുണ്ട്. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ആ നന്മ അവർക്ക് ബാധ്യതയല്ല. എന്നാൽ ആ പ്രവൃത്തിയിലെ ജെന്യുവിനിറ്റി കാലം ഒരിക്കലും പരിഗണിക്കാതിരിക്കില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് എമ്പുരാന് നിലവിൽ കിട്ടുന്ന ബുക്കിംഗ് കാണിച്ചു തരുന്നത്. നമ്മൾ ഓൺലൈനിലും അല്ലാതെയും ഒക്കെ കാണുന്നതിലും പല മടങ്ങാണ് മോഹൻലാൽ എന്ന താരത്തിന് മലയാളികളുടെ ഇടയിലുള്ള സ്വീകാര്യത. അത്രയും ഒരു അടുപ്പം എങ്ങനെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു എന്നറിയില്ല. അഭിനയത്തെക്കാളൊക്കെ അപ്പുറം പണ്ട് സച്ചിനും ഇന്ന് മെസ്സിയും ഒക്കെ മലയാളികളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുത്തൊരുതരം ക്രേസ് ഉണ്ട്. അത് അവരുടെ സ്കില്ലിനപ്പുറത്തേക്ക് സ്വഭാവത്തെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ്. പൃഥ്വിരാജ് ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, മലയാള സിനിമയുടെ ഏറ്റവും വാല്യുബിൾ ആയ കൊമ്മോഡിറ്റി മോഹൻലാൽ എന്ന മനുഷ്യന്റെ സമയമാണ്. അത് സത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ ദിവസമാണെന്ന്. പൃഥ്വിയും ആന്റണിയും ഇടവും വലവും നിന്ന് അതിനെ ഏറ്റവും ഭംഗിയായി മാർക്കറ്റ് ചെയ്തതിന്റെ റിസൾട്ടാണ് ഇന്ന് എമ്പുരാൻ സൃഷ്ടിക്കുന്ന റെക്കോർഡ്സ്. ദൃശ്യം മുതൽ മാർക്കോ വരെ മലയാള സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ആഗോള മാർക്കറ്റ് എത്രത്തോളം വലുതായിരുന്നു എന്ന് കാണിച്ചു തരുന്ന ദിവസങ്ങളാണ് കുറച്ചു നാളായി കാണുന്നത്. മുൻപൊന്നും ഒരു മലയാള സിനിമയ്ക്ക് ഇത്തരത്തിലൊരു റീച്ച് ലോകത്തെല്ലായിടത്തും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. 1 മണിക്കൂർ കൊണ്ട് 1 ലക്ഷത്തോളം ടിക്കറ്റ് ബുക്കായി പോവുക, ബുക്ക് മൈ ഷോയിൽ സൽമാൻ ഖാന്റെ സിനിമയെ പിന്തള്ളി ഇംപ്രഷൻ നേടുക, മറ്റ് ഇൻഡസ്ട്രികളൊക്കെ കണ്ണു തള്ളുന്ന ലെവലിൽ പ്രീ റിലീസ് ബിസിനസ് നടക്കുക എന്നതൊക്കെ മലയാള സിനിമയിലാണ് സംഭവിച്ചതെന്ന് ഓർക്കുമ്പോൾ അൺഎക്സ്പ്ലോർഡായി കിടന്ന നമ്മുടെ മാർക്കറ്റ് എത്രത്തോളം ആയിരുന്നു എന്നാണ് ചിന്തിക്കുന്നത്. കൊടുമുടി പോലുള്ള ഈ ഹൈപ്പിനെ മറികടന്ന് അതിനും മുകളിലൂടെ സിനിമ ഡെലിവർ ചെയ്യുക എന്നത് മലയാളത്തിൽ ഇതിനു മുൻപ് സംഭവിക്കാത്ത കാര്യമാണ്. ഹൈപ്പ് ഉണ്ടായിട്ടും പോസിറ്റീവ് വന്ന പുലിമുരുകൻ, ലൂസിഫർ പോലുള്ള സിനിമകൾ പോലും ഇങ്ങനെ ഒരു ഹൈപ്പിലാണ് വന്നിരുന്നതെങ്കിൽ ആ സിനിമകൾക്ക് അന്ന് കിട്ടിയ പോലെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമായിരുന്നോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ആളുകൾ മലയാള സിനിമയിൽ ഇതുവരെ സംഭവിക്കാത്ത, ഇന്ത്യൻ സിനിമയെ തന്നെ പിടിച്ചു കുലുക്കുന്ന എന്തോ ഒരു മാജിക് എമ്പുരാനിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സൃഷ്ടിക്കുന്ന പ്രഷർ ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. പക്ഷെ അവിടെയും മോഹൻലാലിന്റെ സ്റ്റാർ ഓറയെ വിശ്വസിക്കാം. അതിനെ കൃത്യമായി ഉപയോഗിക്കാൻ പൃഥ്വിരാജിന് സാധിച്ചാൽ എമ്പുരാൻ ചരിത്രം എഴുതും.